പവർ സിസ്റ്റത്തിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. സോ നമുക്ക് സെക്കൻഡ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പെർ യൂണിറ്റ് സിസ്റ്റം എന്താണെന്ന് കണ്ടു. അതിന്റെ ബേസിക് ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു. ഒരു റിയൽ ആക്ച്വൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ, ഇതാണ് ആക്ച്വൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ എങ്ങനെ പെർ യൂണിറ്റ് സിസ്റ്റം കണ്ടുപിടിക്കാം എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും വരുമ്പോൾ അവിടെ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നോക്കി. അതിന്റെ ഇക്വേഷൻസ് ആണ്. ഡെൽറ്റ കണക്ഷൻ ആകുമ്പോൾ നമ്മൾ ഒരു 1/3 എടുക്കണം. അത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ദെൻ ചേഞ്ച് ഓഫ് ബേസ്, അതായത് ഇപ്പൊ തന്നിരിക്കുന്ന MVA-യും KV-യും മാറ്റി മറ്റൊരു MVA-യിലെയും KV-യിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് എന്ത് ചേഞ്ച് ആണ് വരുന്നതെന്ന് നമ്മൾ കണ്ടു. അതിനുള്ള ഇക്വേഷൻ ആണിത്. ദെൻ പിന്നീട് നമ്മൾ കണ്ടു ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം തന്നെ ആയിരിക്കുമെന്ന് കണ്ടു. പിന്നെ ഇത്രയും കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 3 കേസസ് പഠിച്ചു. ഫസ്റ്റ് കേസിൽ ആക്ച്വൽ വാല്യൂ തരുന്നത്, ദെൻ സെക്കൻഡ് കേസിൽ പെർ യൂണിറ്റ് വാല്യൂ തരുമ്പോഴുള്ളത്, ദെൻ തേർഡ് കേസിൽ KV ബേസ് മാറ്റി തരുമ്പോഴുള്ള, അങ്ങനെ 3 കേസസ് നമ്മൾ പഠിച്ചു. ആക്ച്വൽ, പെർ യൂണിറ്റ്, KV ബേസ്. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് നമ്മൾ കണ്ടത് ബേസിക്സ് ആയിട്ട്. ദെൻ അതിനുശേഷം നമ്മൾ സിമെട്രിക്കൽ, അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ സിമെട്രിക്കൽ ഫോൾട്ട് അനാലിസിസിലേക്കാണ് പോയത്. സോ സിമെട്രിക്കൽ ഫോൾട്ട് അനാലിസിസിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ട മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് IF പെർ യൂണിറ്റ്, അതായത് ഫോൾട്ട് കറന്റ് ഇൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് EF ഇൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ X ഇക്വലന്റ്, അത് പെർ യൂണിറ്റ്. സോ ഇനി നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നത് മെജോറിറ്റിയും പെർ യൂണിറ്റ് വാല്യൂസിനെ പറ്റിയായിരിക്കും. ആൻഡ് ദെൻ ZF ഇൻ പെർ യൂണിറ്റ്, അതായത് നമ്മുടെ ഫോൾട്ട് ഇമ്പിഡൻസ്. സോ അതിന്റെ റിയാക്ടൻസ് ഡയഗ്രം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. സിംഗിൾ ലൈൻ ഡയഗ്രം ഞാൻ വരയ്ക്കുന്നില്ല. സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ നിന്ന് റിയാക്ടൻസ് ഡയഗ്രത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മളത് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. ദെൻ ഇതായിരിക്കും ജനറേറ്ററിന്റെ EMF അല്ലെങ്കിൽ സിൻക്രോണസ് മെഷീന്റെ EMF, അതിന്റെ പെർ യൂണിറ്റ് വാല്യൂ. ദെൻ ട്രാൻസ്ഫോമർ, ദെൻ ട്രാൻസ്മിഷൻ ലൈൻ, ദെൻ സെക്കൻഡ് ട്രാൻസ്ഫോമർ. ഇതെന്ന് പറയുന്നത് ഫോൾട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. സോ IF പെർ യൂണിറ്റ് എന്ന് പറയുന്നത്, സോ ഒരു ഫോൾട്ട് കറണ്ട് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ മെയിൻലി സംസാരിക്കുന്നത് സിമെട്രിക്കൽ ഫോൾട്ടിനെ പറ്റിയാണ്. സിമെട്രിക്കൽ ഫോൾട്ട് എന്ന് പറയുമ്പോൾ 3 ഫേസ് ഫോൾട്ട് ആണ്, ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. സോ അതിനുശേഷം നമ്മൾ IF-ന് ഒരു ഇക്വേഷൻ, IF ഫോൾട്ട് കറണ്ട് നമുക്ക് പെർ യൂണിറ്റിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു ബേസ് വാല്യൂ ആയിരിക്കും. പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ ആണെങ്കിൽ, ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് പെർ യൂണിറ്റ് വാല്യൂ ഇൻറ്റു ബേസ് വാല്യൂ ആയിരിക്കും. സോ അതിനെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? IF actual is equal to IF per unit into 3 phase MVA divided by √3 into VL. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ നിർത്തിയത്. അതിനുശേഷം ജസ്റ്റ് കുറച്ച് തിയറി കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ. IF per unit 3 phase MVA by √3 into EVL. സോ ഈ രണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയ ടോപ്പിക് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് MVA ആണ്. സോ ഇനി നമുക്ക് ഷോർട്ട് സർക്യൂട്ട് MVA എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഡൗട്ട്സ് ഒക്കെ, ആ ക്ലിയർ ആയിട്ടുള്ള നോട്ട്സ് കിട്ടിയപ്പോൾ മാറിയായിരുന്നോ ഡൗട്ട്സ് ഒക്കെ? ഹലോ, ഓക്കെ. ഞാൻ പറഞ്ഞ 3 കേസസ് എന്താണെന്നൊക്കെ അതിൽ ക്ലിയർലി എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയായിരുന്നോ? ഓക്കെ, ഫൈൻ. ഓക്കെ. സോ ഇനി നമുക്ക് ഷോർട്ട് സർക്യൂട്ട് MVA എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം നിങ്ങൾ പറയും ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ, അതോ ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള നോട്ട്സ് വെച്ചിട്ട് എടുത്താൽ മതിയോ എന്നുള്ളത് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ അറിയിക്കും. അപ്പം അതിനുശേഷം എങ്ങനെ വേണമെന്ന് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. സോ ഇന്നെന്തായാലും ഞാൻ റിട്ടേൺ ആയിട്ടല്ല എടുക്കുന്നത്. ഓക്കെ. സോ നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരച്ചു, ട്രാൻസ്ഫോമർ വരച്ചു, ആൻഡ് ദെൻ ട്രാൻസ്മിഷൻ ലൈൻ. ഇതെല്ലാം എല്ലാ വാല്യൂസും പെർ യൂണിറ്റിലാണ്. ഇനിയിപ്പം
അങ്ങനെ ഇനി പെർ യൂണിറ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഇല്ല, എല്ലാം പെർ യൂണിറ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് MVA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സർക്യൂട്ടിലൂടെ എത്രമാത്രം ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോൾ, ഇത് ഫോൾട്ട് ആണ്. അപ്പൊ ശരിക്കും നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് 3 ഫേസ് ഫോൾട്ട് ആണ്. 3 ഫേസ് ഫോൾട്ട് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഇത്രയും ഫോൾട്ടുകളാണ്. ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി. ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി ഫോൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പം താഴേക്ക് ഫോൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു ഫോൾട്ട് ഇമ്പിഡൻസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ ഫോൾട്ട് ലെവൽ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് MVA നമ്മൾ ഫോൾട്ട് ലെവൽ എന്നും വിളിക്കുന്നു. സോ ഫോൾട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾട്ട് ഉണ്ടാവുമ്പോൾ ആ സർക്യൂട്ടിലൂടെ എത്രമാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ എത്രമാത്രം പവർ ഡ്രോ ചെയ്യുന്നു. കറണ്ട് എന്ന് പറഞ്ഞാൽ പവർ, ആക്ച്വലി കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് പവർ കിട്ടും. ഇപ്പൊ ആക്റ്റീവ് പവറോ റിയാക്റ്റീവ് പവറോ എന്തോ ആയിക്കോട്ടെ, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പവർ എന്ന് മാത്രം ഇപ്പം ചിന്തിക്കുക. സോ എത്രമാത്രം ആ ട്രാൻസ്മിഷൻ ലൈനിൽ എത്രമാത്രം പവർ ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് MVA. അപ്പൊ ശരിക്കും നമ്മൾ എന്തിനാണെന്ന് അറിയുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസിന്റെ റേറ്റിംഗിന് വേണ്ടിയാണ്. അപ്പൊ മെയിൻലി സർക്യൂട്ട് ബ്രേക്കറിന്റെ റേറ്റിംഗ്സ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് MVA അല്ലെങ്കിൽ ഫോൾട്ട് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, നമ്മളുടെ ഒരു സർക്യൂട്ട് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ നമ്മളിപ്പോ വരച്ച സിംഗിൾ ലൈൻ ഡയഗ്രത്തിന്റെ റിയാക്ടൻസ് ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ EMF ഇൻ പെർ യൂണിറ്റ് ആണ് സിൻക്രോണസ് ജനറേറ്ററിന്റെ ട്രാൻസ്ഫോമർ, രണ്ട് ട്രാൻസ്ഫോമർ, ട്രാൻസ്മിഷൻ ലൈൻ, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ പെർ യൂണിറ്റ് റിയാക്ടൻസിനെ ഞാൻ X ഇക്വലന്റ് പെർ യൂണിറ്റ് എന്ന് എടുത്തു. ZF എന്ന് പറയുന്നത് ഫോൾട്ട് ഇംപിഡൻസ് ഇൻ പെർ യൂണിറ്റ് ആണെങ്കിൽ IF പെർ യൂണിറ്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവണം. അത് ഒരു മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിന് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാറില്ല. അതുകൊണ്ടാണ് പിന്നീട് ഫോൾട്ട് അനാലിസിസിൽ ചെല്ലുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, അന്നൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് MVA എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ആക്ച്വൽ വാല്യൂവിനെ പറ്റിയാണ്. ഈ ഒരു ഇക്വേഷൻ ആക്ച്വൽ വാല്യൂനുള്ളതാണ്. ആക്ച്വൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 3 ഫേസ് സിസ്റ്റത്തിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം. സിംഗിൾ ലൈൻ ഡയഗ്രാം നമ്മൾ ഒറ്റ ലൈനിൽ വരയ്ക്കുന്നെങ്കിലും അതൊരു 3 ഫേസ് സിസ്റ്റത്തിന്റെയാണ്. ABC എന്ന് 3 ഫേസ് ഉണ്ട്. അപ്പം ഒരു സിമെട്രിക്കൽ സിസ്റ്റം ആകുമ്പോൾ ഫേസുകളെല്ലാം സെയിം പ്രോപ്പർട്ടിയാണ്, നമ്മൾ ഒറ്റ ഫേസേ കാണിക്കുന്നുള്ളൂ. അതാണ് സിംഗിൾ ലൈൻ ഡയഗ്രത്തിന്റെ ഒരു ബേസിക് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഫേസിൽ കാണിച്ചാൽ പോലും ഒരു 3 ഫേസ് സിസ്റ്റം ആക്ച്വൽ വാല്യൂ വരയ്ക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി √3 ഇൻറ്റു EF ഇൻറ്റു IF. അതാണ് ഷോർട്ട് സർക്യൂട്ട് MVA. അപ്പൊ നമുക്കറിയാം MVA എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട് ആംപിയർ. വോൾട്ട് ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പാരന്റ് പവർ ആണ് വോൾട്ട് ആംപിയർ എന്ന് പറയുന്നത്. അപ്പൊ അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അത് ഏതൊരു കുട്ടിക്കും അറിയാം, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഇനി ഇവിടെ വരുമ്പോൾ ഈ വോൾട്ടേജ് ഫേസ് എടുക്കണോ, ലൈൻ എടുക്കണോ, ആക്ച്വൽ വാല്യൂ എടുക്കണോ, അതോ പെർ യൂണിറ്റ് എടുക്കണോ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ. അപ്പം ആ സംശയങ്ങളാണ് നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഷോർട്ട് സർക്യൂട്ട് MVA എന്ന് പറയുന്നത് √3 ഇൻറ്റു EF ഇൻറ്റു IF ആയിരിക്കും. അതിൽ EF എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ആണ്, ആൻഡ് IF എന്ന് പറയുന്നത് ലൈൻ കറണ്ട് ആണ്. That means we are talking about actual value. Okay, actual value. അതേസമയം ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് ആണെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പെർ യൂണിറ്റ് സിസ്റ്റം എപ്പോഴും പെർ ഫേസ് ആയിരിക്കും. It will not, we cannot define per unit system for a 3 phase system. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർക്കാം, പെർ യൂണിറ്റ് ഷോർട്ട് സർക്യൂട്ട് MVA നമ്മൾ പെർ യൂണിറ്റിലാണ് എഴുതുന്നതെങ്കിൽ there will not be into √3, അതുപോലെ തന്നെ there will not be into 3. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നില്ല. അപ്പൊ എന്താണ്? EF in per unit into IF in per unit. അതാണ് ഷോർട്ട് സർക്യൂട്ട് MVA in per unit. അപ്പം this is defined per phase. And third equation, അപ്പം ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് കിട്ടി, ആക്ച്വൽ വാല്യൂ വേണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് നമുക്ക് ഉപയോഗമില്ല. കാരണം ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ട് ഒക്കെ ഇനി ആക്ച്വൽ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ ആക്ച്വൽ വാല്യൂ കിട്ടുള്ളൂ. അതേസമയം നമുക്കറിയാം പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് MVA ആക്ച്വൽ എന്ന് പറയുന്നത്
ഷോർട്ട് സർക്യൂട്ട് MVA in per unit into 3-phase MVA എന്ന് എഴുതി. നമ്മൾ എടുക്കുന്ന 3-phase base MVA എന്ന് എഴുതിക്കൂടെ? സോ അങ്ങനെ ഈ 3 ഇക്വേഷൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ഓൾറെഡി ആ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, എന്നാലും അതൊരു നമുക്ക് വേണ്ട ഫോമിൽ ഞാൻ പറയുകയാണ്. ഷോർട്ട് സർക്യൂട്ട് MVA എന്ന് പറയുന്നത് MVA ഡിവൈഡഡ് ബൈ എക്സ് പെർ യൂണിറ്റ് ആണ്. ഷോർട്ട് സർക്യൂട്ട് MVA എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണോ ബേസ് MVA, 3-phase ബേസ് MVA ഡിവൈഡഡ് ബൈ എക്സ് പെർ യൂണിറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സ് പെർ യൂണിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? MVA ഡിവൈഡഡ് ബൈ, ഇപ്പൊ എക്സ് പെർ യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ആക്ച്വൽ വാല്യൂന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ. എക്സ് ഓം ഇൻറ്റു MVA ഇൻറ്റു KV ദ ഹോൾ സ്ക്വയർ. നമ്മുടെ MVA അപ്പൊ KV മോളിൽ പോകും, ആ ഒരു ഇക്വേഷൻ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? KV the whole square divided by x into ohm, x in ohm is x in ohm എന്ന് ഞാൻ കാണിച്ചത് ആക്ച്വൽ വാല്യൂ ആണ്, ഓം എന്ന് കാണിച്ചത്, is equal to E per unit into IF per unit. So ഈ ഇക്വേഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിങ്കിൾഡ് ആണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, സോ ഇത്രയും കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക. ഇനി ഇതിലിപ്പം ഒരു എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഏകദേശം മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം 100% ക്ലിയർ ആവും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു പവർ സിസ്റ്റം ഉണ്ട്. സോ ദിസ് ഈസ് എ സിസ്റ്റം. ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി. ഇപ്പൊ ഇതിന്റെ റേറ്റിംഗ്സ് ഒക്കെ തന്നിട്ടുണ്ട്. 11 kV 50 MVA. അതിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് J.1 പെർ യൂണിറ്റ്. എന്നോടൊപ്പം തന്നെ ഒന്ന് എഴുതിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ട്രാൻസ്ഫോമറിന്റെ തന്നിരിക്കുന്നത് 0.1 പെർ യൂണിറ്റ്. അപ്പം J എന്ന് പറയുന്നത്, അപ്പം നമ്മൾ റിയാക്ടൻസ് എപ്പോഴും കോംപ്ലക്സ് ആയിട്ടല്ലേ, R+JX എന്നല്ല. അപ്പം ചിലർ J എന്ന് തരും, ചിലർ J എന്ന് തരില്ല. സോ അതൊന്നും നിങ്ങൾക്കൊരു ഡൗട്ട് ആവരുത്. അതൊക്കെ ഡൗട്ട് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കുകയുള്ളൂ. സോ J ചിലപ്പോൾ J എന്ന് എഴുതും, ചിലപ്പോൾ J എന്ന് എഴുതിയിരുന്ന് വരും. ഇറ്റ്സ് ഓൾ അപ് ടു ദം. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ റിയാക്ടൻസ് ഓൺലി. ദെൻ 0.1 പെർ യൂണിറ്റ്. ഇവിടെ ഇതിൻ്റെത് 0.1 പെർ യൂണിറ്റ്. ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി. അവർ നമ്മളോട് ചോദിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് MVA കണ്ടുപിടിക്കുക. വേറെ ഒന്നും വേണ്ട, ഷോർട്ട് സർക്യൂട്ട് MVA കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം, ഷോർട്ട് സർക്യൂട്ട് MVA കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റിയാക്ടൻസ് ഡയഗ്രാം വേണമെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ റിയാക്ടൻസ് ഡയഗ്രാം വരയ്ക്കാം. റിയാക്ടൻസ് ഡയഗ്രാം വരയ്ക്കുന്നു. നമുക്കറിയാം EMF, ഇതിന്റെ EMF, അതിന്റെ ജനറേറ്റഡ് EMF, അതിന്റെ റിയാക്ടൻസ് അത് വരച്ചു. ദെൻ ട്രാൻസ്ഫോമർ 1.1 പ്ലസ് 0.1 പ്ലസ് 0.1 അല്ലേ? സോ അതിനെ ഞാൻ 3 റിയാക്ടൻസ്, അപ്പൊ അതിനെ ഞാൻ ഒരു ഇതായിട്ട് വരച്ചു. ഇവിടെ ഇപ്പം ക്വസ്റ്റ്യനിൽ ഫോൾട്ട് ഇമ്പിഡൻസ് ഇത്ര എന്ന് പറയുന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ അതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് എടുത്താൽ മതി. അതായത് ട്രിപ്പിൾ ലൈൻ ഫോൾട്ടാണ്, ഗ്രൗണ്ടിങ് ഇല്ല. അപ്പൊ അവിടെ നമ്മളൊരു ഇമ്പിഡൻസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും കൺസിഡർ ചെയ്താൽ മതി. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളൊരു മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇത്. ജനറേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kV ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ലൈൻ വോൾട്ടേജ്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ പെർ യൂണിറ്റിലാക്കാം? 11 kV by 11 kV ആക്ച്വൽ വാല്യൂ ബൈ, അതായത് E പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 11 kV by 11 kV 1 പെർ യൂണിറ്റ്. അങ്ങനെ എടുത്തൂടെ? കാരണം നമ്മൾ ബേസ് വാല്യൂ 11 kV, ആക്ച്വൽ വാല്യൂ 11 kV തന്നെ. അങ്ങനെയാണെങ്കിൽ 1 പെർ യൂണിറ്റ് ആണ്
ജനറേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ ഇനിയിപ്പം മുമ്പോട്ട് വരുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും നമ്മൾ ജനറേറ്റഡ് പെർ യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റഡ് വോൾട്ടേജിനെ 1 പെർ യൂണിറ്റ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ പവർ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ബസ് വോൾട്ടേജ് 1 പെർ യൂണിറ്റ്. കാരണം എന്താണ് ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ? നമ്മൾ ആദ്യം ജനറേറ്ററിന്റെ റേറ്റിംഗ് തന്നെയാണ് നമ്മൾ ബേസ് വാല്യൂ എടുക്കുക. അപ്പൊ ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ 1 പെർ യൂണിറ്റ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും യു ഷുഡ് ടേക്ക് 1 പെർ യൂണിറ്റ്. സോ 1 പെർ യൂണിറ്റ് ആൻഡ് ദെൻ ഇത് 0.1. അപ്പൊ ഇതെല്ലാം കൂടെ 0.3. ശരിക്കും 0.3 പ്ലസ് 0.1 0.4 എന്നങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. എങ്ങനെയായാലും കാര്യം മനസ്സിലായല്ലോ. സോ ഇതാണ് ഫോൾട്ട്. സോ കറണ്ട് IF പെർ യൂണിറ്റ് ഇതിലൂടെ പോകുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ IF പെർ യൂണിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? EMF E in per unit divided by total X equivalent. അപ്പം IF per unit എന്ത് വരും? 1 by 0.4. So that is 2.5 per unit. അപ്പം ഇവിടെ J ഒക്കെ ഉണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉത്തരം എങ്ങനെയായിരിക്കും? 2.5 ആംഗിൾ -90. അത് തന്നെയാണ് 1 by J 0.4 എന്ന് പറയുന്നത്. ഓക്കെ, മൈനസ് J 2.5, അത് തന്നെയാണ് 2.5 ആംഗിൾ -90 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പെർ യൂണിറ്റ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആക്ച്വൽ വാല്യൂ വേണം. പെർ യൂണിറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ സൈഡ് എഴുതി പോണേ, അല്ലെങ്കിൽ കുറച്ച് ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇക്വേഷൻസ് ഒക്കെ ഒരു സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി കയ്യിലൊക്കെ വെച്ചിട്ട് നല്ലതായിരുന്നു. ഓക്കെ, അപ്പം IF പെർ യൂണിറ്റ് എന്താണ്? നമ്മുടെ പെർ യൂണിറ്റ് ഉണ്ട്, കണ്ടുപിടിച്ചു. അപ്പൊ ആക്ച്വൽ എന്താണ്? ഇൻറ്റു MVA ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു VL. സോ പെർ യൂണിറ്റ് നമുക്ക് കിട്ടി 2.5. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ആംഗിളോട്ടൊന്നും പോകണ്ട. ഇൻറ്റു MVA എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 50 MVA. 50 ഇൻറ്റു 10⁶ ഡിവൈഡ് ബൈ √3 ഇൻറ്റു ലൈൻ വോൾട്ടേജ് എത്രയാണ്? 11 kV. 11 ഇൻറ്റു 10⁻3. സോ അത് നിങ്ങൾക്ക് കിട്ടും 6.56 കിലോ ആംപിയർ എന്ന് കിട്ടും. ഒന്ന് ഉറച്ചു പറയോ? കേൾക്കുന്നില്ല. ചൈതന്യയുടെ വോയിസ് ആദ്യം മുതലേ ക്ലിയർ അല്ല, കേൾക്കാൻ വയ്യ. ഹലോ, MVAയുടെ റേറ്റിംഗ് കേൾക്കാം, പറഞ്ഞോളൂ. MVAയുടെ റേറ്റിംഗ് ചെയ്യണം. അത് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഞാൻ അതെ കിലോ ആംപിയറിലാണ് ഞാൻ ഉത്തരം എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ വോൾട്ട് ആംപിയർ എടുത്തില്ലെങ്കിൽ ഉത്തരം അതിനനുസരിച്ച് വരും. ചൈതന്യം മ്യൂട്ട് ചെയ്യൂ, നെറ്റ് എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ എടുക്കുന്ന, ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന യൂണിറ്റ് അനുസരിച്ച്, ഇപ്പൊ ഞാൻ ഇവിടെ കിലോ ആംപിയറിലാണ് എഴുതിയത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന യൂണിറ്റിനനുസരിച്ച് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഓപ്ഷനിൽ ഇപ്പൊ അവര് കിലോ ആംപിയറിലായിരിക്കും തരും, അല്ലെങ്കിൽ ആംപിയറിലായിരിക്കും തരും, അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം MVA ആയതുകൊണ്ട് ഞാൻ എടുത്തു. അപ്പൊ ഇവിടെ മെഗാവാട്ട് ബൈ കിലോ വാട്ട് എന്ന് എടുത്താൽ അതിനനുസരിച്ചുള്ള ഉത്തരം കിട്ടും. യൂണിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, ഓപ്ഷനിലുള്ള ഉത്തരത്തിനനുസരിച്ചുള്ള യൂണിറ്റ് എടുക്കാം. ഓക്കെ, I mean 10⁶ എടുക്കണോ വേണ്ടെന്ന് ഓപ്ഷൻ കണ്ടിട്ട് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് IF ആക്ച്വലി കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് MVA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് MVA കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. ആക്ച്വൽ വാല്യൂസ് ഉള്ളപ്പോൾ എന്താണ്? √3 ഇൻറ്റു ആക്ച്വൽ വാല്യൂ കറണ്ടിന്റെ √3 ഇൻറ്റു വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ലൈൻ വാല്യൂ അല്ലെ? അപ്പം 11 ഇൻറ്റു 10⁻3 വോൾട്ടേജ് കറണ്ടിന്റെ നമ്മളിപ്പോ കണ്ടുപിടിച്ചു 6.56 ഇൻറ്റു 10⁻3. സോ ഉത്തരം 125 MVA എന്ന് കിട്ടും. സോ അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് MVA എന്താണെന്നാണ്. സോ 125 MVA എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇതൊരു മെത്തേഡ് 1. ദിസ് ഇസ് മെത്തേഡ് 1. അപ്പം ഇത്രയും ചെയ്യണ്ട. അപ്പം ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉള്ളൊരു മെത്തേഡാണ് ഇത്. ഇനി രണ്ടാമത് പറയാൻ പോകുന്നതും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, സോ ദിസ് ഇസ് മെത്തേഡ് 2.
അപ്പം ഇവിടെ നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു അല്ലെ. നമുക്ക് വേറൊരു രീതി ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് IF പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ IF പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അത് 2.5 ആംഗിൾ -90 ഡിഗ്രി അല്ലെങ്കിൽ -j2.5 പെർ യൂണിറ്റ് ആണ്. നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് EF ഇൻ പെർ യൂണിറ്റ് ഇൻറ്റു IF ഇൻ പെർ യൂണിറ്റ് ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു EF ഇൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 11/11 1 തന്നെ. മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് അൺലെസ് ഇറ്റ് ഈസ് മെൻഷൻഡ് യു ക്യാൻ ടേക്ക് the generated EMF as 1 per unit. So 1 per unit into 2.5 minus j2.5 അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, j2.5 ഒന്നും വേണ്ട. സോ കാരണം പെർ യൂണിറ്റിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നോക്കുള്ളൂ. സോ 2.5 പെർ യൂണിറ്റ്. അപ്പം ഷോർട്ട് സർക്യൂട്ട് MVA പെർ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഷോർട്ട് സർക്യൂട്ട് MVA പെർ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വൽ MVA എങ്ങനെ കണ്ടുപിടിക്കും? Short circuit MVA actually is equal to short circuit MVA in per unit into base MVA. എത്രയാണ്? 2.5 into 50 MVA. Base MVA 50 ആണല്ലോ തന്നിരിക്കുന്നത്. So that is 125 MVA. So ഈ മെത്തേഡ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എളുപ്പമാണെന്ന്. പക്ഷെ നിങ്ങളോട് ഒരു പക്ഷേ ക്വസ്റ്റ്യനിലെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് പറയാൻ ഇനി പറ്റില്ലല്ലോ. നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. സെക്കൻഡ് മെത്തേഡ് നമ്മൾ വേറൊരു രീതിയിൽ, ഇപ്പം ഷോർട്ട് സർക്യൂട്ട് MVA മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങളോട് ഇപ്പോൾ ഫോൾട്ട് കറണ്ട്, ആക്ച്വൽ വാല്യൂ ഓഫ് ദ ഫോൾട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സെക്കൻഡ് മെത്തേഡ് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് മെത്തേഡിലുള്ള ഇക്വേഷൻ. സോ ഈ രണ്ട് മെത്തേഡും മോസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ഹാവ് ദീസ് മെത്തേഡ്, ദീസ് ഇക്വേഷൻസ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് മെത്തേഡ് 3 ആണ്. This method is not there in any textbook, but I can show you that ഈ ഒരു മെത്തേഡിൽ വെച്ച് ചെയ്യുമ്പോഴും മെത്തേഡ് 1 ആൻഡ് മെത്തേഡ് 2 നിങ്ങൾ ചെയ്ത അതേ ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഇതിനെ MVA മെത്തേഡ് എന്നാണ് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഈ സിംഗിൾ ലൈൻ ഡയഗ്രത്തിലുള്ള കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, we have a generator, then we have a transformer. രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ 1, ട്രാൻസ്ഫോമർ 2, then ഒരു ട്രാൻസ്മിഷൻ ലൈനും ഉണ്ട്. അതിൻ്റെയൊക്കെ MVA പറയുന്നുണ്ട്, അതുപോലെ തന്നെ X പെർ യൂണിറ്റ് പറയുന്നുണ്ട്. അപ്പം എല്ലാത്തിൻ്റെ MVA 50 MVA ബേസിലാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, അതിൽ 50 MVA ബേസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി സമയം കളയാത്തതാണ്. ക്വസ്റ്റ്യനിൽ എല്ലാം 50 MVA ബേസിലാണെന്ന് പറയുന്നുണ്ട്. സോ 50 MVA, എന്നിട്ട് എല്ലാത്തിന്റെയും പെർ യൂണിറ്റ് വാല്യൂവും പറയുന്നുണ്ട്. J.1, 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 J.1. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് MVA കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഷോർട്ട് സർക്യൂട്ട് MVA is equal to 3-phase MVA അല്ലെങ്കിൽ MVA base divided by X per unit. X ഓരോ equipment ആണ് X per unit. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം this is 500 MVA, this is 500 MVA, this is 500 MVA, this is 500 MVA. അപ്പം ഇനി ഈ കോമ്പോണൻസിന്റെ എല്ലാം MVA ബേസ് ഉപയോഗിച്ച് നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. ജനറേറ്റർ വരച്ചു, ട്രാൻസ്ഫോമർ വരച്ചു, ട്രാൻസ്മിഷൻ ലൈൻ വരച്ചു, ട്രാൻസ്ഫോമർ വരച്ചു. ഇത്രയും കോമ്പോണൻസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിന്റെ MVA എത്രയാണ്? 500, 500, 500, 500. ഇതിങ്ങനെ വരയ്ക്കാൻ കാര്യം എന്താ? ഇവിടെ ഫോൾട്ട് ഉണ്ടെന്നും അറിയാം. ഫോൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു അതിൽ സാർ എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നതെന്ന് ചോദിക്കരുത്. ദിസ് ഈസ് എ ഷോർട്ട് കട്ട്. MVA ഡയഗ്രാം വരച്ചാൽ നമ്മൾ ഇതിനെ ഒരു കപ്പാസിറ്റർ പോലെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. യു ഷുഡ് കൺസിഡർ ദിസ് ആസ് എ കപ്പാസിറ്റർ. അതായത് ഇപ്പം കപ്പാസിറ്റർ സീരീസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുക? 1/C1 + 1/C2 + 1/C3 + 1/C4 അല്ലേ? അതുപോലെ തന്നെ MVA വാല്യൂ സീരീസിലാണെങ്കിൽ നമ്മൾ കപ്പാസിറ്റർ ചെയ്യുന്ന ഓപ്പറേഷൻ. ഓക്കെ, അപ്പം ഷോർട്ട് സർക്യൂട്ട് MVA എങ്ങനെ വരും?
is equal to 500 by 4. That is 125 MVA. So I have shown you in all the 3 methods. Method 3 മനസ്സിലാവാത്തവര് please do it in method 1 and method 2. Okay, method 3 is not there in textbooks. Clear ആയോ? Method 3 തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല because we got the same answer in both the 2 methods. Okay. Clear ആണോ? Sir, ആ MVA എല്ലാത്തിനകത്ത് സെയിം ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ? അല്ല, ആ MVA സെയിം ആയതുകൊണ്ടാണ് ഞാൻ 500/4 എടുത്തത്. ഈ പാരൽ കണക്ഷന്റെ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സെയിം ആയതുകൊണ്ടാണ് അത് പാരൽ കണക്ഷൻ. അതിപ്പം നിങ്ങൾ 1/500 + 1/500 എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇതിന് ശേഷം നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ആദ്യം നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. We'll do some questions. So this is one question. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. സർക്യൂട്ട് ബ്രേക്കർ ഒരു ലോഡ് സൈഡിലും തന്നിട്ടുണ്ട്. അതിന്റെ റേറ്റിംഗ്സ് എന്ന് പറയുന്നത് EG. അപ്പൊ ഇതിന്റെ ട്രാൻസിയന്റ് റിയാക്ടൻസ് എന്ന് പറയുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 0.2 per unit ആണ്. ദെൻ J.2, J.3 സർക്യൂട്ട് ബ്രേക്കർ. ദെൻ ഇത്രേ പറയുന്നുള്ളൂ. അപ്പം അവർ പറയുന്നത് 3-phase fault current at bus 1 is, അപ്പം ഇതിൽ bus 1 എന്ന് പറയുന്നത് ഇതാണ് bus 1, ഇതാണ് bus 2, ഇതാണ് bus 3. അപ്പൊ 3-phase fault current at bus 1 എന്ന് പറയുന്നത് equal to 5 per unit എന്ന് given ആണ്. അവർക്ക് വേണ്ടത് fault current at bus 3 ആണ് അവർക്ക് വേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഫോർ എ സിംഗ്ലോണസ് സെറ്റപ്പ് സിംഗിൾ ആൻഡ് ഡയഗ്രം ഈസ് ഗിവൺ ദ റിയാക്ടൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഈസ് ദിസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒന്നും വേണ്ട, ഈ ഫിഗർ ഗിവൺ ആണ്. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ഇൻ ഗേറ്റ് 2000. സോ ദിസ് ഈസ് എ ഗേറ്റ് 2000. അപ്പം പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസിന്റെ ബുക്ക്ലെറ്റ് ഒക്കെ കയ്യിലുള്ളവരുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അതിലുണ്ടാവും. ഓക്കെ, സോ കാരണം ഈ ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. അപ്പൊ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണെങ്കിൽ അതിന് തന്നെ 10 മിനിറ്റ്സ് പോകും. ക്വസ്റ്റ്യന്റെ ഉള്ളടക്കം ഇതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന എഫക്ട് തന്നെയാണ് ഇതിന് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ബസ് 1-ൽ ആദ്യം ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ഫോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് 5 per unit ആണ്. ആ ഫോൾട്ട് പോയി. അതിനുശേഷം ഫോൾട്ട് 3-ലൊരു ബസ് 3-ലൊരു ആ ഫോൾട്ട് പോയെന്നല്ല, അതിനുശേഷം ബസ് 3-ലൊരു ഫോൾട്ട് വന്നാൽ അവിടെ ഉണ്ടാവുന്ന ഫോൾട്ട് കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം. സോ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഇപ്പൊ IF per unit ഈസ് ഈക്വൽ ടു 5 per unit എന്ന് ഗീവൺ ആണ്. അതിനെ നമുക്ക് എഴുതാം E in per unit ഡിവൈഡഡ് ബൈ X equivalent in per unit. അപ്പൊ ഞാൻ പറഞ്ഞു E എന്ന് പറയുന്നത് യു ഷുഡ് ഓൾവേസ് ടേക്ക് ഇറ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ജനറേറ്റഡ് വോൾട്ടേജ് എത്രയാണെന്ന് പോലും പറയുന്നില്ല. അപ്പൊ ഇനി വോൾട്ടേജ് തന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യാണ്ടിരിക്കുവോ? ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് 1 per unit ഡിവൈഡഡ് ബൈ X equivalent കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് X equivalent. അപ്പം X equivalent എന്ത് കിട്ടും നമുക്ക്? X equivalent ഇതിന്റെ എല്ലാത്തിലൂടെ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പം 1/5 that is 0.2 per unit ആണ് X equivalent എന്ന് പറയുന്നത്. ആണല്ലോ, 0.2 per unit ആണ് X equivalent എന്ന് പറയുന്നത്. സോ ആദ്യം ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു. ദെൻ ഇനി ബസ് നമ്പർ 3-ൽ ഒരു ഫോൾട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രമാത്രം ഫോൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യും?
ഈ സർക്യൂട്ട് ബ്രേക്കർ എത്രമാത്രം റേറ്റിംഗിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. അതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം ഈ സർക്യൂട്ട് ബ്രേക്കർ എന്തിനാണ്? ഈ ഫോൾട്ട് വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയാണ്. അപ്പം ഫോൾട്ട് കറണ്ട് അറിയെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഷോർട്ട് സർക്യൂട്ട് MVA ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്ര MVAയുടെ സർക്യൂട്ട് ബ്രേക്കർ വെക്കാമെന്നൊക്കെ നമുക്കെങ്കിലേ പറയാൻ പറ്റുള്ളൂ. നമുക്കിനി ഇതിന്റെ റിയാക്ടൻസ് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. സോ റിയാക്ടൻസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ അപ്പം 1 per unit ആണ്. അപ്പൊ അതിനെ മെൻഷൻ ചെയ്താൽ ഇല്ലല്ലോ എല്ലാ എഫക്ട്. ഓക്കെ, റിയാക്ടൻസ് ഡയഗ്രാം അല്ലേ, അപ്പൊ നമുക്ക് 1 per unit മെൻഷൻ ചെയ്യണ്ട, ചെയ്താലും അതിന് ഉപയോഗമൊന്നുമില്ല. കാരണം നമ്മൾ റിയാക്ടൻസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ജനറേറ്ററിന്റെ ഇന്റേണൽ റിയാക്ടൻസ് കൊടുത്തു. ദെൻ 0.2, 0.3 ആൻഡ് ദെൻ ഇവിടെ വരുന്ന സർക്യൂട്ട് ബ്രേക്കറിന്റെ റിയാക്ടൻസ് എത്ര റിയാക്ടൻസ് ആണോ സർക്യൂട്ട് ബ്രേക്കറിനുള്ളത് അതും വരച്ചു. ആൻഡ് ദെൻ നമ്മൾ ഫോൾട്ട് വെച്ച് ഗ്രൗണ്ട് ചെയ്തു. അപ്പം നോക്കിക്കഴിഞ്ഞാൽ 0.2 കഴിഞ്ഞിട്ട് ഇവിടെ ഇതാണ് ബസ് 1 അല്ലെ? 0.2 അല്ല, ബസ് 1 ഇവിടെ വരിക. 2.2 കഴിഞ്ഞിട്ടാണ്. ദിസ് ഇസ് ബസ് 1 ആൻഡ് ദെൻ 0.3 ആൻഡ് ദിസ് ഇസ് ബസ് 2 ആൻഡ് ദിസ് ഇസ് ബസ് 3 അല്ലേ? ഓക്കെ, എന്തോ ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഫോൾട്ട് കറണ്ട് അറ്റ് ബെസ്റ്റ് 2 ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫോൾട്ട് കറണ്ട് അറ്റ് ബെസ്റ്റ് 2 ആണ്. ഇവര് തന്ന സൊല്യൂഷൻ കറക്റ്റ് ആവുള്ളൂ. ഫോൾട്ട് കറണ്ട് അറ്റ് ബെസ്റ്റ്, ഇപ്പൊ ബെസ്റ്റ് 2 ഫോൾട്ട് ഉണ്ടായാലും സെയിം എഫക്ട് തന്നെയാണല്ലോ. ബെസ്റ്റ് 2 ഫോൾട്ട് ഉണ്ടായാലും ഈ സർക്യൂട്ട് ബ്രേക്കർ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. സോ ബെസ്റ്റ് 2 ഫോൾട്ട് ഉണ്ടാവുന്നത്. So this is 0.2, this is 0.2, this is 0.3 and X. അങ്ങനെയാണെങ്കിൽ when a fault occurs here, what is the fault current എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമുക്ക് X equivalent എഴുതാം. 0.4 parallel to 0.3 plus point X. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇതാണ് ബസ് 1, ഇതാണ് ബസ് 2, ഇതാണ് ബസ് 3, ഈ ബസ് 4. ഓക്കെ, ബസ് 1, ബസ് 2, ബസ് 3. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇത് 1, ഇത് 2, ഇത് 3. സോ ഫോൾട്ട് ഉണ്ടാകുന്നത് ബസ് 2 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ X ഇക്വലന്റ് എങ്ങനെ എഴുതാം? 0.4 പാരലൽ ടു 0.3 പ്ലസ് പോയിന്റ് X എന്ന് എഴുതാം. ആ X ഇക്വലന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0.2 ആയിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ X ഇക്വലന്റ് 0.2 ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് X കണ്ടുപിടിക്കാം അല്ലേ? സോ 0.4 into 0.3 plus X by 0.7 plus X is equal to 0.2. അതായത് പാരലൽ കണക്ഷൻ R1 R2 by R1 plus R2 നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. സോ X കിട്ടുന്നത് 0.1 പെർ യൂണിറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യുന്നുണ്ടോ? ഞാൻ ക്വസ്റ്റ്യനിൽ ആ ബസ് മാർക്ക് ചെയ്തിരുന്നത് തെറ്റായിരുന്നു, അതിപ്പോ മനസ്സിലായോ? അപ്പം ബസ് 2 ഫോൾട്ട് ഉണ്ടാവുമ്പോൾ, ബസ് 1 ഫോൾട്ട് ഉണ്ടാവുമ്പോൾ ഫോൾട്ട് അപ്പം ഇവിടെയാണ് ഒരു ഫോൾട്ട്, ഇവിടെ ബസ് 2 ഒരു ഫോൾട്ട്. അപ്പം എക്സിന്റെ വാല്യൂ കിട്ടും. X equivalent അല്ലേ 0.2. അപ്പൊ നമുക്ക് 2 ഫോൾട്ട് ഉണ്ടാവുമ്പോഴും സെയിം X equivalent തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇങ്ങനെ X equivalent അങ്ങനെ കാണാതെ പഠിക്കരുത്. ഇത് ഒരു സിസ്റ്റം അല്ലേ? ഒരു സിസ്റ്റത്തിൽ ഫോൾട്ട് ഉണ്ടാവുന്നു, അപ്പൊ അതിന്റെ റിയാക്ടൻസിന് മാറ്റം വരുമോ? ഓരോ കോമ്പോണന്റ്സിന്റെ റിയാക്ടൻസിന് മാറ്റം വരുമോ? ഇല്ലല്ലോ. അപ്പൊ സെയിം അല്ലേ? അതെ അതെ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 0.1. സോ എക്സിന്റെ വാല്യൂ 0.1 പെർ യൂണിറ്റ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ
നമുക്ക് IF പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. IF per unit is equal to EF in per unit divided by X in per unit. So X in per unit എന്ത് വരും? ടോട്ടൽ X. ഇപ്പൊ നമുക്ക് സർക്യൂട്ട് ബ്രേക്കറിന്റെ റേറ്റിംഗ് ആണ് കിട്ടിയത്. സോ ടോട്ടൽ X എന്തായിരിക്കും വരിക? 0.3 അങ്ങനെ കിട്ടി. ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഞാനൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, 0.1, 0.08, 0.2 ഫോൾട്ട് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് 0.08 പിന്നെ ഒരു മോട്ടോർ ലോഡ്. അങ്ങനെയാണെങ്കിൽ ഫോൾട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെ കേട്ടോ, ഫോൾട്ട് ഒക്കേഴ്സ് അറ്റ് F on the high voltage side of the transformer T2. അപ്പം അറിയാം ഇവിടെ വരുമ്പോൾ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ എന്തായാലും ഹൈ വോൾട്ടേജ് ആയിരിക്കും, അതുപോലെ തന്നെ ഇവിടെയും ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ ലോ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് കൺസ്യൂമർക്ക് കൊടുക്കുന്നു. അപ്പം ഈ ഒരു ഫിഗർ തന്നില്ലെങ്കിൽ പോലും നമുക്ക് വരയ്ക്കാം. ഇതിൽ ക്വസ്റ്റ്യനിൽ ഫിഗർ തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഫോൾട്ട് കറന്റ്. ഫൈൻഡ് ഫോൾട്ട് കറന്റ് ആണ് ചോദ്യം. ഒന്ന് ചെയ്ത് നോക്കിക്കേ. അപ്പൊ എന്താണ് ആദ്യം തന്നെ ഇതിനകത്ത് ഇനി ഇപ്പം റിയാക്ടൻസ് ഡയഗ്രം ഒന്നും വരയ്ക്കാനൊന്നും നിൽക്കണ്ട. ഫസ്റ്റ് ഇക്വേഷൻ എന്തുവാ? പെർ യൂണിറ്റിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പം IF in per unit is equal to ഇതിലിപ്പോ പെർ യൂണിറ്റിലെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, മറ്റു ഡാറ്റകളൊന്നും തന്നിട്ടില്ല, MVA ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ പെർ യൂണിറ്റിലെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താ ഇക്വേഷൻ? E in per unit divided by X in per unit. അപ്പം X ഇക്വലന്റ് കണ്ടുപിടിക്കണം എന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെയാണ് ഫോൾട്ട് ഉണ്ടാവുന്നത്. അപ്പൊ എന്തായിരിക്കും X ഇക്വലന്റ്? 0.1 plus 0.08 plus 0.2 parallel with 0.08 plus 0.1 ആണോ ഫോൾട്ട് ഉണ്ടായിരിക്കുന്നത്? ഇവിടെ ആണോ? എന്താണ് ചൈതന്യയുടെ വോയിസ് ഇന്ന് ഭയങ്കര എന്തോ ഫോൾട്ട് ഉണ്ടായ ശേഷം നമ്മൾ ഷോർട്ട് ആയി പോകുമ്പോ പിന്നെ കറണ്ട് നെക്സ്റ്റ് പാത്തിലേക്ക് കൂടെ പോകില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലൂടെ പോകും. നെക്സ്റ്റ് പാത്തിലൂടെ പോകും. അപ്പൊ അത് എടുക്കണ്ടെന്നാണോ പറയുന്നത്? ഏത് ഫോൾട്ട് ആണ് മെൻഷൻ ചെയ്തത്? ഇപ്പൊ LG ആണെങ്കിൽ ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് പോവാനല്ലേ. ഇത് 3 ഫേസ് ഫോൾട്ട് ആണ്. 3 ഫേസ് ഫോൾട്ട് ആണ്. 3 ഫേസ് ഫോൾട്ട് ആണ് ഉണ്ടാകുന്നത്. അപ്പം ഇതുവഴി കൂടെ കറണ്ട് പോകുന്നില്ലേ? അപ്പൊ ഇതൊന്നും വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ 0.08 plus 0.2 മാത്രം എടുത്താൽ മതിയോ? ബാക്കിയൊന്നും വേണ്ടേ? അവിടെ എർത്തിനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോൾട്ട് കറണ്ട് എർത്തിലോട്ട് പോകുന്നു പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ റിയാക്റ്റീവ് പവർ ഫ്ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പം ഒരു മോട്ടർ ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ജനറേറ്റർ മോട്ടറായിട്ട് ആക്ട് ചെയ്യും, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? സിങ്ക്രോണസ് മെഷീനൊക്കെ പഠിച്ചപ്പം അതായത് ഇപ്പം ഒരു സ്റ്റേബിൾ സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. അപ്പോൾ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഫോൾട്ട് ആവാം, വോൾട്ടേജ് സാഗ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. അങ്ങനെ ആയിരുന്നപ്പോൾ ജനറേറ്റർ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പം നമുക്കറിയാം, നമ്മൾ ഒരു മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടും ജനറേറ്ററിൽ, ആണോ? അതെ. അങ്ങനെ വന്നപ്പോൾ ഡിസ്റ്റർബൻസ് അൺസ്റ്റേബിൾ ആയപ്പോൾ എന്താണ്? അപ്പം സ്റ്റേബിൾ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഈസ് ഈക്വൽ ടു കൊടുക്കുന്ന PM ഈസ് ഈക്വൽ ടു PE ആയിരിക്കും, സ്വിംഗ് ഇക്വേഷൻ. ഓക്കെ, അപ്പം M × d² delta by dt² ഈസ് ഈക്വൽ ടു
PM മൈനസ് PE എന്നുള്ളതാണ് സിംഗിൾ ഇക്വേഷൻ. അപ്പം ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ പൊക്കോണ്ടിരിക്കുന്ന സിൻക്രണസ് ജനറേറ്റർ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പോൾ രണ്ട് രീതിയിലാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒന്നെങ്കിൽ മെക്കാനിക്കൽ സൈഡിലുള്ള ഇൻപുട്ട് കൂടാം, PM ഗ്രേറ്റർ PE ആവാം, അല്ലെങ്കിൽ PE ഗ്രേറ്റർ PM ആവാം. അങ്ങനെ ആവുമ്പോൾ ഒന്നെങ്കിൽ ഇത് ആക്സിലറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡീസിലറേറ്റ് ചെയ്യും. ആക്സിലറേറ്റർ ചെയ്യണമെങ്കിൽ എന്താണ് പവർ കൊടുക്കണം, PM ഗ്രേറ്റർ PE ആയിരിക്കണം. അപ്പൊ നമ്മൾ ഒരു ജനറേറ്റർ ആണെന്ന് പറയും. ഡീസിലേറ്റർ ചെയ്യണമെങ്കിൽ ലെസ് ദാൻ വാല്യൂ ആയിരിക്കണം, ഒന്ന് കുറവാണ്, അപ്പൊ അത് മോട്ടറായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയും. സോ ആ ഒരു കോൺസെപ്റ്റിൽ വെച്ചിട്ട് സോ ഇതിലും എന്താണ് അവിടുന്ന് പവർ ഫ്ലോ ചെയ്യും എന്നുള്ളതാണ് കോൺസെപ്റ്റ്. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഫൈൻ. ദെൻ IF പാരാമീറ്റർ എന്ന് പറയുന്നത് 1 ഈ എക്സ് ഇക്വലന്റിന്റെ വാല്യൂ അങ്ങ് എടുത്താൽ മതി. സോ ദാറ്റ് ഈസ് -J8187. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ സ്റ്റെബിലിറ്റിയിൽ പഠിക്കും. ഫോൾട്ട് അനാലിസിസ് കഴിഞ്ഞിട്ട് സ്റ്റെബിലിറ്റിയിൽ പഠിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞ ഫോൾട്ട് ഉണ്ടായാൽ അത് ഷോർട്ട് ആവും എന്നുള്ള കൺസെപ്റ്റിലല്ലേ ചോദിച്ച ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും. ഇവിടെ നമുക്ക് 2 വോൾട്ടേജ് സോഴ്സസ് ഇല്ലേ, അപ്പൊ എന്തായാലും ആ ബ്രാഞ്ചിൽ ഒരു കറണ്ട് ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. സാധാരണ അങ്ങനെ വോൾട്ടേജ് അതാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഗ്രൗണ്ട് ഉണ്ടാവണം നിർബന്ധമില്ല, അങ്ങനെ ഒരു അതെ, കാരണം നമ്മള് 3 ഫേസ് ഫോൾട്ടിനെയും 3 ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ടിനെയും നമ്മൾ ഒരുപോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം സെയിം ആണ്, നമ്മൾ വ്യത്യസ്തമായിട്ട് പഠിക്കുന്നില്ല. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഷോർട്ട്, നമ്മൾ സാധാരണ റെസിസ്റ്റൻസിന്റെ ഒക്കെ കേസ് പറയുമ്പോൾ ഷോർട്ട് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അതർ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഇല്ല. ഇവിടെ ഇപ്പൊ വോൾട്ടേജ് സോഴ്സിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് എന്തായാലും അവിടെ നിന്ന് ഒരു കറണ്ട് ഉണ്ടാവും. അതെ, അത് തന്നെയാണ്. അതാണ് ഞാൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ ഈ ആക്റ്റീവ് പവർ റിയാക്റ്റീവ് പവറുടെ ഫ്ലോ ഒക്കെ വെച്ചാണ് അത് പറയുന്നത്. അത് പവർ സിസ്റ്റം മൊത്തത്തിൽ പഠിച്ചു കഴിയുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇപ്പം ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണെങ്കിൽ ഇപ്പം വ്യത്യസ്തം വരുന്ന വെച്ചാൽ ഇപ്പൊ ഇമ്പിഡൻസ്, ഫോൾട്ട് ഇമ്പിഡൻസ് ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ കൂടെ നമ്മൾ എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു പ്ലസ് ZF പെർ യൂണിറ്റ് എന്താണോ അതും കൂടി ഇവിടെ കൊടുക്കേണ്ടി വരും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഫോൾട്ടിന് മുന്നേ മോട്ടറിലേക്കായിരുന്നു കറണ്ട് പൊക്കോണ്ടിരുന്നത്. അതെ, ഫോൾട്ട് വന്നപ്പോ കറണ്ട് തിരിച്ചു. അതെ, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ഇപ്പം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. PM ഗ്രേറ്റർ PE ആണോ, PE അത് ഡിപ്പെൻഡ്സ്. ഇത് ശരിക്കും ഇന്റർവ്യൂവിനൊക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയത്. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, അപ്പം അങ്ങനെയാണെങ്കിൽ 2 ജനറേറ്ററും ഇങ്ങനെയുണ്ട്, അങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് പവർ എങ്ങോട്ട് പോകും, റിയാക്റ്റീവ് പവർ എങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്ന് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂവിലൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ ഒരു സെഷൻ വെക്കാം, അപ്പൊ ഇതൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഒബ്ജക്റ്റീവ് എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. സ്റ്റെബിലിറ്റി പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഏരിയയിൽ കവർ ചെയ്യുമെന്ന് തോന്നുന്നു. നമ്മൾ സ്റ്റെബിലിറ്റി പഠിക്കുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ്, ട്രാൻസിയന്റ് സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഒക്കെ പഠിക്കുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിക് അതാ. അപ്പം ക്രിട്ടിക്കൽ ആംഗിൾ അതൊക്കെ ആ ഒരു കോൺസെപ്റ്റിന് മുമ്പ് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളൂ. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ, കറണ്ട് എന്തുകൊണ്ട് ഫ്ലോ ചെയ്യുമെന്ന്. അത് എടുക്കാതിരിക്കുക, അത് എടുക്കുന്ന കാര്യം മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഒരു ഡൗട്ട് എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് സ്റ്റുഡൻസ്. ഇത് ഞാനിപ്പോ ഈ സെയിം സെഷൻ ഞാൻ 3ാമത്തെ തവണയാണ് എടുക്കുന്നത്. വിത്തിൻ 3 വീക്സിൽ 3rd ടൈമാണ് എടുക്കുന്നത്. ഈ ഒരു ഡൗട്ട് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, 1 more question, സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ. സോ ട്രാൻസ്ഫോമർ ഉണ്ട്,
8, 2006. Okay. This is G, 20 MVA. Is 13.8 kV by 138 kV. 138 kV by 69 kV. So this is 0.72 per unit at 10 MVA 69 kV. അപ്പം അവർ ബേസ് MVA എത്ര എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. 10 MVA 69 kV ആണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇക്വലന്റ് വാല്യൂ ഓഫ് ലോഡ് അറ്റ് ജനറേറ്റർ സൈഡ്. ഇക്വലന്റ് വാല്യൂ ഓഫ് ലോഡ്, ഇതാണ് ലോഡ്. വാല്യൂ ഓഫ് ലോഡ് അറ്റ് ജനറേറ്റർ സൈഡ്. ഇക്വലന്റ് വാല്യൂ ഓഫ് ലോഡ് അറ്റ് ജനറേറ്റർ സൈഡ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കുമോ അതോ ചെയ്യുമോ? ഇപ്പോൾ ഒരു ജനറേറ്റർ ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. വി ഹാവ് എ സിൻക്രോണസ് ജനറേറ്റർ വിച്ച് റേറ്റിംഗ് ഈസ് 20 MVA and then a transformer, step up transformer 13.8 kilowatt by 138 kilowatt, and then a step down transformer, and then a load. അപ്പോൾ ഇതിന്റെ റിയാക്ടൻസ് ഒന്നും തന്നിട്ടില്ല. അതൊന്നും ഈ ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല, അതുകൊണ്ടാണ് തരാത്തത്. ഓക്കെ, ദെൻ ലോഡിന്റെ ഇമ്പിഡൻസ്, അതായത് ഇക്വലന്റ് വാല്യൂ ഓഫ് ലോഡ്. ഒരു ലോഡ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ആയിരിക്കും, റിയാക്ടൻസ് ആയിരിക്കും ലോഡ്. ഓക്കെ, അപ്പൊ ആ ലോഡിന്റെ ഇക്വലന്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് 0.72 പെർ യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വലന്റ് വാല്യൂ എന്താണെന്ന് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയേ ഉള്ളൂ ചോദ്യത്തില്. 0.72 into MVA base by അത് തന്നെ. ചേഞ്ച് ഓഫ് ബേസിന്റെ കോൺസെപ്റ്റ് ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പം 20 MVAയിലുള്ള എക്സ് വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. നമുക്ക് 100 MVA 69 kVയിലുള്ളത് കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. പക്ഷെ അവർ ഇത്രയും അവർ എഴുതി വെച്ചിട്ടുള്ളൂ. സോ എങ്ങനെ കണ്ടുപിടിക്കും? 0.72 into MVA ന്യൂ. സോറി, അങ്ങനെയല്ല ക്വസ്റ്റ്യൻ, അങ്ങനെയല്ല. 10 MVA 69 kVയിലാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, 10 MVA 69 kVയിലാണ് ലോഡ് ഇമ്പിഡൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് ഇക്വലന്റ് വാല്യൂ ഓഫ് ദ ലോഡാണ്. ഇക്വലന്റ് വാല്യൂ ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് MVA 20 kV, നമ്മൾ ബേസ് MVA 20 kV എടുക്കുന്നു. ന്യൂ MVA that is 1020. So 20 divided by 10 into, ഇനി നമ്മൾ ചോദ്യം വരുന്നത് KV എടുക്കുമ്പോഴാണ്. KV ഓൾഡ് എന്താണ്? 69 divided by KV ന്യൂ എന്ത് വരും? KV ന്യൂ എന്തായിരിക്കും? ജനറേറ്റർ സൈഡിലുള്ള വോൾട്ടേജ് എത്രയാണ്? 13.8. ഇതാണ് ഉത്തരം. 36 per unit. ഇത് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം ഇതിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഉത്തരം ഒരു സ്റ്റെപ്പേ ഉള്ളൂ, എന്നാൽ പോലും. മനസ്സിലായോ? എന്താണ്? സ്ക്വയർ ഉണ്ട്. യെസ് സ്ക്വയർ ഉണ്ട്. ആൻസർ അത് തന്നെയാണ്, 36. അതിൽ ഓപ്ഷൻസ് വളരെ രസകരമാണ്. 36 per unit, 144 per unit, C 72 per unit, D എന്ന് പറയുന്നത് 18 per unit. ഇങ്ങനെയാണ് ഉത്തരം, ഓപ്ഷൻസ്. സോ ഓപ്ഷൻ ഇസ് 36 per unit. അത് വളരെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ലെങ്തി ആണ്, അതാണ് പ്രശ്നം. ഞാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. ഇപ്പം നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങും നോക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് MVA ക്ലിയർ ആയെന്നുള്ളതാണ്. നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പം നിങ്ങളൊക്കെ അതുവഴി കറണ്ട് പോയില്ലല്ലോ സാറിനൊക്കെ ചോദിച്ച ഡൗട്ടുകളൊക്കെ, ആ ഡൗട്ടൊക്കെ ഇപ്പോഴും നിൽക്കുകയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയൊരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്.
ഇത് ലോഡ്. എന്നോടൊപ്പം തന്നെ ഒന്ന് എഴുതിക്കോണേ. ദിസ് ഈസ് 100 MVA, ദിസ് ഈസ് 200 MVA. ഇത് 10%, ഇത് 8%, ഇത് X എന്ന് പറയുന്നു. ഇവിടെ ബസ് 1, ഇവിടെ ബസ് 2, ഇത് 15% എന്ന് പറയുന്നു. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫോൾട്ട് ലെവൽ ഓൺ ബസ് 1 എന്ന് പറയുന്നത് 1500 MVA ആണ്. അവർ പറയുന്നുണ്ട് ടേക്ക് 100 MVA ബേസ്. അപ്പോൾ ഓർക്കുക 100 MVA ബേസിൽ 10%. ഈ രണ്ടാമത്തെ ജനറേറ്ററിന് 200 MVA ബേസിലാണ് 8%. അപ്പം ഇക്വലന്റ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് X കണ്ടുപിടിക്കുക, ദെൻ ഫോൾട്ട് ലെവൽ അറ്റ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും ഷോർട്ട് സർക്യൂട്ട് MVAയിലും, അതായത് സിമെട്രിക്കൽ ഫോൾട്ടിൽ നിന്ന് ചോദിക്കുന്ന ഏതൊരു ചോദ്യവും ഈ ഒരു ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദെൻ MVA റേറ്റിംഗ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ C. അപ്പം ഇത് സർക്യൂട്ട് ബ്രേക്കർ A, B, C. ഇതാണ് ചോദ്യം. നിങ്ങൾ ചെയ്ത് നോക്കുവോ? ഇത് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു ഐഡിയ കിട്ടിയോ? ഹലോ, അതെ, ഇവിടെ നമുക്ക് എടുക്കേണ്ടത് അപ്പം 100%-ൽ 10% ആണെങ്കിൽ അപ്പൊ ഇത് 200-ൽ 8. അപ്പം 100 MVAയിൽ എത്ര ആയിരിക്കും? 4%. നേരെ പകുതി. അപ്പൊ നിങ്ങൾ Z per unit ആ ഇക്വേഷൻ ഒന്നും ഇട്ട് സമയം കളയണ്ട, അണ്ടർസ്റ്റുഡ് ആണ്. MVA വാല്യൂ ഇവിടെ വോൾട്ടേജിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ ദാറ്റ് വിൽ ബി വോൾട്ടേജിന്റെ വാല്യൂ ഓൾഡ് ന്യൂ നമ്മൾ സെയിം ആയിട്ട് തന്നെ എടുക്കുക ഇവിടെ ചെയ്യുക. ഓക്കെ, സോ ദെൻ 8/2 4 എന്ന് കിട്ടും. അത് ഞാൻ ഒറ്റയടിക്ക് 4 എന്ന് എഴുതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം X ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഫോൾട്ട് ലെവൽ ഓൺ ബസ് 1. അപ്പൊ മനസ്സിലായി ഇവിടെ ഒരു ഫോൾട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കത്തില്ലേ? ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളൊന്ന് സ്വയം ട്രൈ ചെയ്താൽ നല്ലതായിരുന്നു. ഇത് ഗേറ്റ് 1991-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ 1991-ൽ ഗേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല. അവിടെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു ഇതിന് ശരിക്കും ഇതിന്റെ ഒരു പാർട്ടായിട്ട് ചോദിക്കാവുന്നേ ഉള്ളൂ. ഫോൾട്ട് ലെവൽ ബസ് 1 എന്ന 1500 ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് X. അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് PSCക്കും ഒക്കെ ചോദിക്കാം. അപ്പം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫോൾട്ട് വരുമ്പം അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഒരു കോൺസെപ്റ്റാ. അപ്പം ഇവിടെ ഫോൾട്ട് വന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ X ഇക്വലന്റിന്റെ ഇക്വേഷൻ മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പിന്നെ നിങ്ങൾ ചെയ്തു. X ഇക്വലന്റ് എങ്ങനെ വരും? ഇത് 0.1, ഇത് 0.04. X ഇക്വലന്റ് പറ, എങ്ങനെ വരും? Equivalent 0.04 series that is in parallel with 0.15. അപ്പൊ മുമ്പത്തെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല. മുമ്പേ ആരാ അത് മുമ്പേ ഗോപികയ്ക്ക് മനസ്സിലായോ എന്താണ് ഇതിലെ തെറ്റെന്ന്? ഗോപികയ്ക്ക് പറയാവോ? അതായത് ഫോൾട്ട് ഇവിടെയാണ് ഉണ്ടാവുന്നത്. അപ്പം ഈ ജനറേറ്ററിലൂടെ വരുന്ന കറണ്ട് നേരെ ഇതിലേക്ക് പോവും. ഇവിടുന്ന് വരുന്ന കറണ്ട് നേരെ ഇങ്ങോട്ട് പോവുകയുള്ളൂ, ഇങ്ങോട്ട് പോവില്ല. അപ്പൊ മനസ്സിലായോ ചൈതന്യ എന്താണ് തെറ്റിയതെന്ന്?
നേരത്തെ അവിടെ എന്തായിരുന്നു? വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തിരിച്ച് അങ്ങോട്ട് കറണ്ട് ഒക്കെ പോയത്. ഇവിടെ കറണ്ട് പോവോ? യെസ്, വോൾട്ടേജ് സോഴ്സ് ഇല്ല. അപ്പം എങ്ങനെ വരും? 0.04 അല്ല, അതെ 0.1 പാരലൽ വിത്ത്, അതെ 0.04 പ്ലസ് എക്സ് പാരലൽ വിത്ത് 0.1 അല്ലേ? ഓക്കെ. അപ്പം ഫോൾട്ട് MVA തന്നു കഴിഞ്ഞാൽ എക്സ് ഇക്വലന്റ് കണ്ടുപിടിച്ചൂടെ വേറൊരു രീതിക്ക്? ഷോർട്ട് സർക്യൂട്ട്, ഇതിൽ ഒരുപാട് കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് എങ്ങനെ വരും? ഷോർട്ട് സർക്യൂട്ട് MVAയുടെ ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് എങ്ങനെ വരും? 1500 ബൈ ബേസ് MVA 100 MVA എഴുതിക്കൂടെ? അപ്പൊ 15 പെർ യൂണിറ്റ്. അപ്പം ഷോർട്ട് സർക്യൂട്ട് MVA ഇൻ പെർ യൂണിറ്റ് കിട്ടിയാൽ എന്തായിരിക്കും? X equal is equal to 1 by 15 per unit. സംശയമുണ്ടോ? ഇപ്പൊ എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാ. ഷോർട്ട് സർക്യൂട്ട് MVA is equal to MVA divided by X per unit. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ബെസ്റ്റ് 2ൽ ഫോൾട്ട് എന്ന് വിചാരിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് കൺസിഡർ ചെയ്യാം. അപ്പം MVA റേറ്റിംഗ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ C എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൾട്ട് ഇവിടെ ആണെന്ന് ഇവിടെ വരണം. അങ്ങനെ വരുമ്പോൾ, അതായത് ശരിക്കും പാർട്ട് C വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിന്റെ ഉപയോഗം വരുന്നുള്ളൂ. ഓക്കെ. ഇല്ല, MVA സർക്യൂട്ട് ബ്രേക്കർ ഇവിടെ ആണെങ്കിൽ, ഈ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കണമെങ്കിൽ ഫോൾട്ട് ഇവിടെ വരണമല്ലോ അല്ലേ? ഈ സർക്യൂട്ട് ബ്രേക്കർ എപ്പോഴാണ് ഉപയോഗം വരുന്നത്? ഫോൾട്ട് ഇവിടെ വരുമ്പോഴല്ലേ ഉള്ളൂ. ഫോൾട്ട് ഇവിടെ വന്നാലും കറണ്ട് ഫ്ലോ ചെയ്യില്ല. അങ്ങനെയാണ് അവിടെ ഫോൾട്ട് എന്ന് പറയുന്നത്, അല്ലാതെ സർക്യൂട്ട് ഫോൾട്ട് അവിടെയാണെന്ന് പറയുന്നില്ല. സർക്യൂട്ട് ബ്രേക്കർ MVA റേറ്റിംഗ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ C എന്ന് പറയുമ്പോൾ ഫോൾട്ട് അവിടെ വരണമല്ലോ. വേറെ എവിടെ വന്നാലും സർക്യൂട്ട് ബ്രേക്കർ സിയുടെ MVA നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്താലല്ലേ അതിന്റെ MVA റേറ്റിംഗ് പറയാൻ പറ്റൂ. ചേതനിക്ക് മനസ്സിലായോ? ഓക്കെ ഓക്കെ. സോ സർക്യൂട്ട് ബ്രേക്കറിന്റെ മുമ്പേ ഫോൾട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു ഫോൾട്ട് വന്നു, പിന്നെ ഈ സർക്യൂട്ട് ബ്രേക്കറിലോട്ട് കറണ്ട് പോവോ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ഫോൾട്ട് വന്നൂടെ എന്നല്ലേ ചോദ്യം? ഇവിടെ ഫോൾട്ട് വരുന്നതും ഇവിടെ ഫോൾട്ട് വരുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ 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 ഫൈൻ. അപ്പം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലെ പോലെ തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതെല്ലാം ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഞാൻ സോൾവ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്നോട് ചോദിച്ചാൽ മതി.